എന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ റീസ്റ്റാർ, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? നിന്നെ ഞാൻ കുറെ അന്വേഷിച്ചല്ലോ. നീ എന്താ ഗെയിമിൽ ഓൺലൈനിൽ വരാത്തത്? എടാ എനിക്കാണെങ്കിൽ ആ ഇറ്റാച്ചി ബണ്ടിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എടാ അതെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും നിന്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടോ? ഏതെങ്കിലും വലിയ ടോപ്പ് അപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവന്മാരൊന്ന് വിളിക്ക്. ഏതാടാ ഈ നൂബൊക്കെ? നമ്മളെന്തിനാ ഇവന്മാർ ഇൻവൈറ്റ് ചെയ്തത്? എടാ നിനക്കറിയില്ലേ, പണ്ട് ഈ നൂബന്മാരും നമ്മളും എല്ലാം കൂടെ ഒരു ബംഗാളികളിലായിരുന്നു ഉണ്ടായിരുന്നത്. എടാ നിനക്കെന്താ വട്ടാ ഈ മണ്ടൻ നൂബിന് വേണ്ടി ഡയമണ്ട് ഒക്കെ കളയാൻ? എടാ കുഴപ്പമില്ലടാ, നമ്മുടെ ഓൾഡ് ഫ്രണ്ട് അല്ലേ, നമുക്ക് എടുത്തു കൊടുക്കാം. നിനക്കറിയുന്നതല്ലേ ഞാനൊരു ആവശ്യമില്ലാതെ ഡയമണ്ട് ഒന്നും ചെലവഴിക്കില്ല എന്ന്. നിന്റെ അക്കൗണ്ട് ഐഡിയും പാസ്വേഡും പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ അയച്ചാ. സിമ്പിൾ ആയിട്ട് തന്നെ നൂബിന്റെ അക്കൗണ്ട് ഒറ്റയടിക്ക് ബാൻ ആക്കിയിട്ടുണ്ട്. ഏതായാലും ബംഗാളി തന്ന ഹാക്ക് കൊള്ളാം. എന്ത് പെട്ടെന്ന് അക്കൗണ്ട് ബാൻ ആയത്? ഇത്രയും ഉടായ്പ ഹാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ വിചാരിച്ചത് അക്കൗണ്ട് ബാൻ ആവണമെങ്കിൽ കുറച്ച് ദിവസങ്ങളൊക്കെ എടുക്കുമെന്ന്. ഇതിപ്പോൾ ലാഭമായല്ലോ. ഇനിയിപ്പോൾ നാളെ നൂബ് ഗെയിമിൽ കയറി നോക്കുമ്പോഴായിരിക്കും സർപ്രൈസ് ആവാൻ പോകുന്നത്. അവൻ അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ അവൻ ഒടുക്കത്തെ അത്യാഗ്രഹമല്ലേ. ഇനിയിപ്പോൾ അക്കൗണ്ട് ഇല്ലാതെ കുറച്ച് ദിവസം ബോട്ട് അക്കൗണ്ടിൽ കളിക്കട്ടെ, അല്ലെങ്കിലേ ഒരു ബോട്ട് അക്കൗണ്ടാ. ഇനിയിപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയെന്ന് വെച്ച് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ എന്ത് ദുരന്തം പിടിച്ച അവസ്ഥ എനിക്ക് വന്നത്. എൻ്റെ അക്കൗണ്ട് പോയല്ലോ. അയാളെ വിശ്വസിച്ച് കൊടുക്കണ്ടായിരുന്നു. പണ്ട് ഒരുമിച്ച് ഗിൽഡിലുണ്ടായിരുന്ന പ്ലെയറാന്നൊക്കെ വിചാരിച്ച് കൊടുത്തതാ. അയാൾ എന്നെ ചതിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാലിത് വല്ലാത്തൊരു ചതിയായിപ്പോയി. പ്രത്യേകിച്ച് കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും എൻ്റെ അക്കൗണ്ട് ഒരു ഓൾഡ് അക്കൗണ്ട് അല്ലേ. പണ്ട് കോൾ ബാക്ക് ചെയ്യാൻ കയറ്റി വെച്ച ഗസ്റ്റ് അക്കൗണ്ടിലാണ് ഇപ്പം ഞാൻ കളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വെറുതെ ഫ്രീ സ്പിൻ ഒക്കെ ചെയ്തു നോക്കാം. ഓ കുറെ ഫ്രീ സ്പിൻ ഉണ്ടല്ലോ, അതൊക്കെ ഈ അക്കൗണ്ടിലും ചെയ്തു നോക്കാം. എൻ്റെ അമ്മ എന്തോ അടിച്ചല്ലോ. ഗരീനക്ക് പോലും എന്നെ വേണ്ടാന്നാ തോന്നുന്നത്. PC ക്രാഷ് ആയല്ലോ. ഭയങ്കര ദുരന്ത അവസ്ഥ തന്നെ. എന്താണോ എനിക്ക് കിട്ടിയത്? പാരച്ചൂട്ടാന്നാ തോന്നുന്നത്. പെട്ടെന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടെ. അയ്യേ, എനിക്ക് കിട്ടിയത് പാരച്ചൂട്ടായിരുന്നോ? അല്ലെങ്കിൽ എനിക്ക് തോന്നി ഈ ഭാഗ്യമില്ലാത്തവൻ എന്ത് കിട്ടാനാന്ന്. ബാക്കിയുള്ള ഫ്രീ സ്പിന്നൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. എല്ലാം ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഒന്നും തന്നെ കിട്ടുന്നില്ലല്ലോ. ഗരീനക്ക് പോലും ഇപ്പം എന്നെ വേണ്ട. എന്ത് പറയാനാ, 5-6 വർഷം പഴക്കമുള്ള അക്കൗണ്ട് പോയില്ലേ. ഇനി ഞാനാണെങ്കിൽ ഒരുത്തനെയും വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാം കള്ളന്മാരാ, ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഇനി ഞാൻ ഒരുത്തനും എൻ്റെ അക്കൗണ്ട് ഐഡിയും പാസ്സൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ അക്കൗണ്ടിലെങ്കിലും മര്യാദയ്ക്ക് കളിച്ച് നല്ലൊരു അക്കൗണ്ട് സെറ്റാക്കാം. ഈ അക്കൗണ്ടിൽ ഒരാൾ ഫ്രണ്ട് ലിസ്റ്റ് കാണുന്നുണ്ടല്ലോ, അതാരാ? ഈ ബോട്ട് അക്കൗണ്ടിൽ എങ്ങനെയാ ഫ്രണ്ട് ആവാൻ ചാൻസ്? ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങനെ ആരെയും ഫ്രണ്ട് ആക്കിയില്ലല്ലോ. ആ അക്കൗണ്ടിലോട്ടൊന്ന് റിക്വസ്റ്റ് കൊടുത്ത് നോക്കാം, ആരാണെന്ന് അറിയണല്ലോ. അയ്യോ, ഇത് പണ്ടത്തെ നമ്മുടെ ഗിൽഡ് ലീഡർ അല്ലേ. ചേട്ടാ, നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ ഫ്രണ്ട് ആയിരുന്നു. എടാ നീ മറ്റേ റീസ്റ്റാർ 444 അല്ലേ? നിന്റെ അക്കൗണ്ട് ഇവിടെ പോയി. നീ എന്താ ഈ ബോട്ട് അക്കൗണ്ടിൽ കളിക്കുന്നേ? ഒന്നും പറയാൻ ചേട്ടാ, നിങ്ങളുടെ ഗിൽഡ് മേറ്റ്സ് തന്നെ എനിക്ക് പണി തന്നു. അവന്മാർ എൻ്റെ അക്കൗണ്ട് ബാൻ ആക്കി. ഡ്രോപ്പ് എടുത്തരാന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് ഐഡിയും പാസും കൊടുത്തതാ. അവന്മാർ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ കയറാൻ പറ്റുന്നില്ല, ബാൻ ആയി എന്നാ കാണുന്നത്. അതൊക്കെ ആരാ? എൻ്റെ ഗിൽഡിലുള്ളവന്മാരൊന്നും ആയിരിക്കില്ല. എൻ്റെ ഗിൽഡിൽ ഇപ്പം അങ്ങനത്തെ കണ്ണാപ്പികളൊന്നും ഇല്ല. എല്ലാത്തിനും പിടിച്ച് ഞാൻ കിക്ക് ചെയ്താണല്ലോ. അതല്ല, എനിക്കൊരു ഡൗട്ട്. നിങ്ങൾ എങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഫ്രണ്ട് ആയത്? എൻ്റെ ഈ ബോട്ട് അക്കൗണ്ടിൽ ആരും ഫ്രണ്ട് ഇല്ലാന്നാണ് ഞാൻ വിചാരിച്ചത്. എടാ നിനക്ക് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ടല്ലോ. പണ്ട് കോൾ ബാക്ക് ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നീ തന്നെ എന്നെ ഫ്രണ്ട് ആക്കിയത്. അന്ന് ഫ്രണ്ട്സിന് കോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ്സ് ഒക്കെ കിട്ടുമായിരുന്നല്ലോ. അങ്ങനെ ഫ്രണ്ട് ആയതാ നമ്മള്. ഓ അങ്ങനെ ആയിരുന്നല്ലേ. ഞാനാണെങ്കിൽ അതൊക്കെ മറന്നുപോയി. 5-6 വർഷം പഴക്കമുള്ള കാര്യങ്ങളല്ലേ. ഇപ്പോഴും അതൊക്കെ ഉണ്ടോ പോലും? ഇപ്പോഴും കോൾ ബാക്ക് ഇവന്റ് ഒക്കെ ഉണ്ട്. അപ്ഡേറ്റിന് ശേഷം വരുന്ന കാണാം. ഞാനാണെങ്കിൽ അത് നോക്കാറൊന്നുമില്ല. എന്തോ ചാത്തൻ റിവാർഡ്സ് ആവുമാര് തരുന്നത്. അതുകൊണ്ട് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലടാ. എൻ്റെ അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാത്ത നല്ലത്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ആകെയുള്ളത് ഈ അക്കൗണ്ടാ. അല്ലെങ്കിലേ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലാത്ത അക്കൗണ്ടായിരുന്നു. അതും അവന്മാർ കൊണ്ടുപോയി ബാനാക്കി. ഞാൻ ഏതായാലും കളി നിർത്താൻ പോവാ. എടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഏതായാലും കുറച്ച് മാസത്തേക്ക് കളി നിർത്താൻ പോവാ. അതുവരെ വേണമെങ്കിൽ നീ എൻ്റെ അക്കൗണ്ടിൽ കളിച്ചോ. അയ്യോ, ഇനി എനിക്ക് ആരുടെ അക്കൗണ്ടൊന്നും വേണ്ട. ഒരക്കൗണ്ട് കൊടുത്തതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് തരുന്നതിന് ഞാൻ നിങ്ങൾക്ക് പൈസ വല്ലതും തരേണ്ടി വരുമോ? എടാ റീസ്റ്റാർ 444 നീ എന്താടാ എന്നെ അങ്ങനെയാണോ വിചാരിച്ചത്? ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെയും കൂട്ടിയോ? ഞാൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, ഞാൻ ആ രീതി പറഞ്ഞതേ ഉള്ളൂ. നീ അതൊക്കെ വിട്. നീ എൻ്റെ ഓൾഡ് ഫ്രണ്ട് അല്ലേ. നിനക്ക് ആ അക്കൗണ്ട് കളിക്കാൻ തരാം. നീ മര്യാദയ്ക്ക് നോക്കിയാൽ മതി. ഞാൻ എന്തായാലും കുറച്ച് മാസം കഴിഞ്ഞിട്ടേ കയറുള്ളൂ. അതുവരെ നീ കളിച്ചോ. നിനക്കിപ്പോൾ ഈ നൂബ് അക്കൗണ്ടല്ലേ ഉള്ളൂ. നീ എൻ്റെ അക്കൗണ്ടിൽ കളിച്ചോ. ഓക്കേടാ, താങ്ക്സ്ടാ. ആദ്യമായിട്ട് ഒരാൾ ഇത്രയും നല്ല അക്കൗണ്ടൊക്കെ എനിക്ക് കളിക്കാൻ തരാമെന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. ഞാൻ ഏതായാലും നിനക്ക് ID പാസ് വാട്സപ്പിൽ അയച്ചു തരാം. എൻ്റെ മോൻ, എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും നല്ല അക്കൗണ്ട് അയാൾ എന്തിനായിരിക്കും എനിക്കെന്നത്? അത്രയ്ക്ക് പരിചയമൊന്നും ഇല്ലല്ലോ ഞങ്ങൾ തമ്മിൽ.
പണ്ട് ഒരുമിച്ച് ഒരേ ഗിൽഡിൽ ഉണ്ടായിരുന്നല്ലേ ഉള്ളൂ. ഈ അക്കൗണ്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഇത്രയും കളക്ഷൻസ് ഉള്ള അക്കൗണ്ടോ? പ്രൊഫൈലൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാലോ. എൻ്റെ അമ്മോ, എത്ര ലൈക്കൊക്കെ നോക്കിയേ. എൻ്റെ അക്കൗണ്ടിൽ ഇതിൻ്റെ 100-1 ലൈക്ക് പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇനി വൗൾട്ടിലെ കളക്ഷൻസ് ഒന്ന് നോക്കണമല്ലോ, എന്തൊക്കെയാ ഉള്ളതെന്ന്. ഓൾഡ് ആൻഡ് റെയർ കളക്ഷൻസ് ആണല്ലോ മൊത്തം. ഇത് മറിച്ച് വിറ്റാൽ നല്ല എമൗണ്ട് കിട്ടുന്ന ഉറപ്പാ. ഏതായാലും അക്കൗണ്ട് കൊള്ളാം. ഇനി കുറച്ച് കാലത്തേക്ക് കിഡലിനായിട്ട് കളിക്കാം. ഗൺ കളക്ഷൻ കൂടെ ഒന്ന് നോക്കണല്ലോ. എൻ്റെ അമ്മോ, എൻ്റെ മോനെ ഫുൾ കിടിലൻ ഗണ്ണാണല്ലോ. ഇവോ ഗണ്ണും കുറേ കാണുന്നുണ്ട്. എല്ലാ സെറ്റ് ഗൺസ് തന്നെയാ. ഓൾമോസ്റ്റ് എല്ലാ ഗണ്ണിനും സ്കിന്നും ഉണ്ട്. ഇനി പേടിക്കാനില്ല, ഇനി പ്രോ ആയിട്ട് തന്നെ കളിക്കാം. ഇതിനകത്ത് ചറ പറ റിക്വസ്റ്റ് വരുവാണല്ലോ. അവരുടെ ഗ്രൂപ്പിലൊന്ന് കയറി നോക്കാം. എടാ അളിയ, നീ ഞങ്ങളെ ഗിൽഡിൽ കയറ്റടാ. എടാ ഞങ്ങൾ ഉടായ്പൊക്കെ നിർത്തി. അവസാനമായിട്ട് ഞങ്ങൾ ചെയ്ത ഉടായ്പ ആ ഒരു നൂബന്റെ അക്കൗണ്ട് ബാൻ ആക്കിയതാ. ഇനി ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. എടാ അത് നീ വിട്. ആ നൂബന്റെ അക്കൗണ്ട് ഏതായാലും ബാൻ ആക്കണ്ട തന്നെയാ. അവന്റെ കഴപ്പ് കാരണല്ലേ അവന്റെ അക്കൗണ്ട് ബാൻ ആക്കിയത്. ഈ അക്കൗണ്ടിന്റെ ഐഡിയും പാസും ഞങ്ങൾക്ക് അയച്ചു തന്നു. നീ എന്താടാ ഒന്നും തന്നെ മിണ്ടാത്തത്? എടാ നിങ്ങൾ അക്കൗണ്ട് ബാൻ ആക്കിയ നൂബനില്ലേ, അത് തന്നെയാ ഞാൻ. എടാ പരട്ട നൂബേ, നീയാണോ ഇത്? നിനക്കെങ്ങനെ ഇവന്റെ അക്കൗണ്ട് കിട്ടിയത്? അതേടാ, നിങ്ങൾ അക്കൗണ്ട് ബാൻ ആക്കിയ റെയ്സ്റ്റാർ 444 തന്നെ ഞാൻ. എൻ്റെ അക്കൗണ്ട് ബാൻ ആക്കിയതും പോരാ അതേ എന്നോട് പറയുന്നു. എടാ നൂബ, നിന്നെ ഞങ്ങൾ പറ്റിച്ച പോലെ നീ ഞങ്ങളുടെ പഴയ ഗിൽഡ് ലീഡറിനെയാണോ പറ്റിച്ചത്? നിങ്ങളെപ്പോലെ പറ്റിച്ച് ജീവിക്കാൻ ഞാൻ കള്ളനൊന്നുമല്ല. നിങ്ങളുടെ പഴയ ഗിൽഡ് ലീഡർ എൻ്റെ ഫ്രണ്ടാ. അവൻ എനിക്ക് അക്കൗണ്ട് തന്നതാ. അവൻ കുറച്ച് കാലത്തേക്ക് എനിക്ക് ഗെയിമിലൊന്നും വരില്ല. അതുകൊണ്ട് മൊത്തം ചുമതല എനിക്കാ. ഇനി ഗിൽഡൊക്കെ മാനേജ് ചെയ്യുന്ന ഞാനാ. നിങ്ങളൊന്നും ഇനി ഗിൽഡിൽ എടുക്കാനൊന്നും പോകുന്നില്ല. എന്നോട് പ്രത്യേകം പറഞ്ഞതാ പണ്ട് ഗിൽഡിൽ ഉണ്ടായിരുന്ന കണ്ണാപ്പികളെ കുറിച്ച്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായത് നിങ്ങളാന്ന്. എല്ലാ ഉടായ്പും നിങ്ങൾക്കുണ്ട്. അക്കൗണ്ട് ബാനാക്കലും സ്കാം ചെയ്യലും പറ്റിക്കലും. നിങ്ങളൊക്കെ ശരിക്കും കള്ളന്മാരാ. ഒന്ന് പോടാ നൂബേ, ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല. ഞങ്ങൾ നിന്നെ പോലുള്ള മണ്ടന്മാരെ പറ്റിക്ക ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ സന്തോഷം. നിന്നെപ്പോലെ സ്കാമേഴ്സിനൊന്നും ഞങ്ങളിനി ഗിൽഡിൽ എടുക്കാൻ പോകുന്നില്ല. ഗിൽഡൊക്കെ ഇനി നോക്കി നടത്താൻ പോകുന്നത് ഞാനാ. അങ്ങനെ തന്നെയാ പഴയ ലീഡറും പറഞ്ഞത്. അതുകൊണ്ട് വേഗം വിട്ടോ, അതാ നിങ്ങൾക്ക് നല്ലത്. എന്നാൽ നമ്മുടെ പഴയ ഗിൽഡ് ലീഡറിന് എന്താ വട്ടായോ ഈ നൂബന്റെ അടുത്തൊക്കെ അക്കൗണ്ട് കൊടുക്കാൻ? അല്ലാതെ അയാൾ നിന്നെപ്പോലെ വിശ്വാസമില്ലാത്ത കള്ളന്മാരുടെ അടുത്ത് തരാം. എടാ നൂബെ, നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. ഈ പൊട്ടൻ ലോട്ടറി അടിച്ചപ്പോൾ വട്ടായി പോയി എന്നാ തോന്നുന്നത്. അതുകൊണ്ട് നൂബെ മിണ്ടാതിരുന്നോ. എടാ ഈ നൂബിനാണെങ്കിൽ ഇപ്പം ജാടയായിന്നാ തോന്നുന്നത്. ഇവനങ്ങ് പിടിച്ച് കിക്ക് ചെയ്ത് കളഞ്ഞേക്ക്. നിങ്ങളായിട്ട് എന്നെ കിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം. നിങ്ങളെപ്പോലുള്ള അഹങ്കാരികളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ കയറുന്നില്ലേ. ഗൈസ്, ഇതാണ്